കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒന്നര ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2 പൂർണ്ണ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഇത് ഏകദേശം ഒരു 350 ഗ്രാം കാണും. ശർക്കര ചീകിയെടുത്ത് അരിയുടെ കൂടെ ഒന്നിച്ചിട്ടങ്ങ് അരക്കുകയാണ്. ഇതിനകത്ത് വലിയ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. ഇനിയല്ല അത് ഉരുക്കി അരിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് ശർക്കരയും അരിയും ഒന്നിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് അല്പം കട്ടിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത്, ഒരു 2 സ്പൂൺ തേങ്ങാക്കൊത്ത് നെയ്യിൽ ഒന്ന് ഫ്രൈ ആക്കി ബ്രൗൺ കളറാക്കി നമ്മൾ അരച്ച മാവിലേക്ക് ഇട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ 2 ഏലക്കായും കൂടെ അരയ്ക്കുമ്പോൾ അരിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. നമ്മൾ അരച്ച മാവ് ഏകദേശം ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം.